എല്ലാം നിറഞ്ഞിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് കായ്ക്ക് വേണ്ടിയിട്ട് പച്ചനെൽപ്പാടങ്ങളും പാടിപ്പറക്കും വിഹംഗങ്ങളും സംസ്കാരവും ഒത്തിരിക്കുന്ന കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെൻ്റെ നമസ്കാരം. ഗംഗാസിന്ധു തടങ്ങളിൽ ഹിമഗിരിസ്ഥാനുക്കളിൽ തുങ്കം മർത്യകഥാനുഗാനകലികാവൃന്ദം വിടർന്നിടവേ അങ്കോപാംഗമലങ്കരിച്ച കനകത്തേരിൽ വിരുന്നുണ്ണുവാൻ സംഗീതാമൃതധാരയിൽ കുളിരണിഞ്ഞെത്തി യുഗസന്ധ്യകൾ. ഗംഗാ, സിന്ധു, ബ്രഹ്മപുത്ര മുതലായ നദീകടകളിൽ തട്ടിത്തടഞ്ഞിരിക്കുന്ന കാറ്റ് തട്ടുന്ന സന്ധ്യാസമയം നമുക്കെല്ലാവർക്കും ശരീരത്തിന് ആരോഗ്യവും സന്തോഷവും കൊടുക്കുന്ന ഒന്നാണ്. ആ സന്തോഷം വരക്കൂടി ആ ഇടത്തിൽ വെമ്പലനാട്ടിലെ തമ്പുരാട്ടിക്ക് ഒരു കട്ടിൽ വേണമെന്നുള്ളതാണ് നമ്മുടെ കഥ. ചന്ദനക്കട്ടിൽ. 7 നില മാളിക മേലെയിരുന്ന് തമ്പുരാട്ടി അതാ ഇറങ്ങി വന്ന് തമ്പുരാങ്കയിൽ തമ്പുരാട്ടി കട്ടിൽ. എനിക്ക് കിഴക്കേക്കാട്ടിൽ നിന്ന് എന്താണ് കിഴക്കേക്കാട്ടിലെ ചന്ദനമാണ്? സൂര്യയുടെ ഉദയം തട്ടുന്ന ആ സ്ഥലത്തിരിക്കുന്ന ആ ചന്ദന മരത്തിൽ നിന്നാണ് എനിക്ക് ആനക്കൊമ്പാകണം മേലാപ്പിന് ആനമുഖം വേണം കാലുകളിൽ. ആ കട്ടിലിൻ്റെ നാനാഭാഗത്തും ആനക്കൊമ്പ് കൊണ്ട് എല്ലാവിധമായ ചിത്രവേലകളും വേണമെന്ന് തമ്പുരാട്ടിയുടെ ഒരാഗ്രഹം. ആനക്കൊമ്പാകണം മേലാപ്പിന് ആനമുഖം വേണം കാലുകളിൽ. കിഴക്കേക്കാട്ടിലെ ചന്ദനമരം തന്നെ കൊണ്ടുവന്ന് ആനമുഖം കൊത്തിവെച്ചിരിക്കുന്ന അത്ര അഴകായിട്ടുള്ളൊരു കട്ടിൽ ചെയ്ത് കൊടുക്കുവാൻ തമ്പുരാൻ ആഗ്രഹമല്ല. തമ്പുരാട്ടി ഏത് രൂപത്തിൽ ഇരിക്കണമെന്ന് സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാം ഒരാഗ്രഹമുണ്ടാവും. 7 നില മാളിക മേലെ ഇരുന്ന് അതാ തമ്പുരാട്ടി ഇറങ്ങി വരുന്നു. നിങ്ങൾക്ക് ആ തമ്പുരാട്ടിയെ കാണണ്ടേ? അങ്ങോട്ട് നോക്കുക. ചന്ദനം പൂശി കുങ്കുമം തൊട്ട് ഭസ്മക്കുറിയും നെറ്റിയിലിട്ട് മുട്ടിറങ്ങിയ വാർമുടിയുമായി പാരീസ് പട്ട് ചമഞ്ഞും കൊണ്ട് തങ്കം തോട കാതിലുമിട്ട് പവിഴമാല കഴുത്തിലുമിട്ട് കാൽച്ചിലമ്പൊലി എന്തിക്കൊണ്ട് വണ്ടിന ചുണ്ടിന നിറവും പൂണ്ടൊരു ചാരു മുത്തുമണിങ്കുടമങ്കു ശങ്കരി ഗംഗ കണങ്കാൽ കൊണ്ട് അമ്പിളി പോലെ വരുന്നത് കണ്ടോ തമ്പുരാട്ടി. കരകലിൻ്റെ മണം പുരണ്ടും കണ്ണങ്കാലോളം ചുരുണ്ടിരുണ്ടും മുല്ലപ്പുമാലയുതിർന്നു മിന്നും നല്ല മുടിയാർന്ന തമ്പുരാട്ടി. ആ തമ്പുരാട്ടിക്ക് കിഴക്കേക്കാട്ടിൽ നിന്ന് ഒരു ചന്ദനമരം കൊണ്ടുവന്ന് കട്ടിൽ ചെയ്യുവാനാണ് ആരവിടെ അടിയൻ. കിഴക്കേക്കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നല്ലൊരു ചന്ദനമരം ഉടനെ കൊണ്ടുവരിക. കിഴക്കേക്കാട്ടിൽ നിന്ന് ചന്ദനമരം കൊണ്ടുവരുന്ന ആളുകൾ തമ്പുരാൻ്റെ ഓർഡറിന് റെഡിയായി. മേനോക്കി അച്ഛനും മേനോന്മാരും മേലെഴുത്തിനുള്ള പിള്ളമാരും 10-80 നായന്മാരും കൊത്തുപണിക്കാരും തച്ചന്മാരും. തമ്പുരാട്ടിക്കുള്ള മോഹമല്ലേ തമ്പുരാൻ കൽപ്പിച്ചിരിക്കയല്ലേ. കിഴക്കേക്കാട്ടിലെ ചന്ദനമരത്തിന് ആളുകൾ അതാ റെഡിയായി. മേനോക്കി അച്ഛനും മേനോന്മാരും മേനോക്കി അച്ഛനും മേനോന്മാരും മേലെഴുത്തിനുള്ള പിള്ളമാരും 10-80 നായന്മാരും കൊത്തുപണിക്കാരും തച്ചന്മാരും. കിഴക്കേക്കാട്ടിൽ നിന്ന് ചന്ദനമരം കൊണ്ടുവരുന്ന ആളുകൾ പോകുമ്പോൾ തമ്പുരാട്ടി മേലിടത്തിൽ ഇറങ്ങി വരുന്ന തമ്പുരാട്ടി എന്താണ്? തലയും ചൊറിഞ്ഞ് തിരിച്ചു വന്നാൽ തലയിരിക്കില്ല കഴുത്തില്ലെങ്കിൽ. തമ്പുരാട്ടി എന്താണ് പറയുന്നത്? മരം കൊണ്ടുവരാതെ കിട്ടി മരം കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അവരുടെ കഴുത്തില്ലെങ്കിൽ തലയിരിക്കില്ല എന്നുള്ള ഓർഡറായി. പഴയ കാലത്ത് അവർ വയ്ക്കുന്നതാണ് തീരുമാനങ്ങൾ. ആ പ്രകാരം തന്നെ നടക്കാൻ ആളുകൾ അങ്ങനെ കാട്ടിലേക്ക് പോവുകയാണ്. കുളിരിളം കാറ്റിൽ കലുവയിൽ നിലവിട്ടുറങ്ങും പല വയലും പുള്ളിപ്പുലിയുടെ പള്ള പോലെ പൂത്തകാടും തീയ താഴ്വരയും. കാടുകളും മേടുകളും കടന്നങ്ങനെ ഓരോരുത്തരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള നമ്മൾ കട്ടിൽ ഉള്ള മരം കൊണ്ടുവന്നില്ലെങ്കിൽ എന്താണ് നടക്കുക? ഒരേ സമയത്ത് 2 കാര്യം നടക്കുന്നുള്ളതാണ്. സഹോദരി സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരേ സമയത്ത് 2 കാര്യം നടക്കണം. മേനോക്കിയ തമ്പുരാട്ടിക്ക് കിഴക്കേ മാട്ടിലെ ചന്ദനമരം കൊണ്ടുവന്ന് കട്ടിൽ. ആനക്കൊമ്പാകണം മേലാപ്പിന് ആനമുഖം വേണം കാലുകളി. ഒരേ സമയത്ത് 2 കാര്യം നടക്കുമ്പോഴാണ് എനിക്ക് പഴയൊരു കാര്യം ഓർമ്മ വരുന്നത്. റേഡിയോ വന്ന കാലം. റേഡിയോ വന്നിലെ 2 സ്റ്റേഷൻ. ഒരു സ്റ്റേഷനിലെ കോഴി വളർത്തൽ, ഒരിടത്തിലെ വിദ്യാഭ്യാസം. ഒരേ സമയത്ത് 2 കാര്യങ്ങൾ കേട്ടാൽ എന്ത് കഷ്ടനഷ്ടങ്ങൾ നടക്കും എന്നുള്ളതാണ് ആ തീരുമാനം. അത് തമ്പുരാട്ടിയോട് പറയാൻ നിവൃത്തിയില്ല. തമ്പുരാൻ അത്ര ആഗ്രഹവും സന്തോഷം വച്ചിരിക്കുകയാണ്. ആയതുകൊണ്ട് ആ കട്ടിൽ എന്താണ് ഓരോ സ്ഥലത്തും ആ റേഡിയോ തിരിക്കുമ്പോൾ വിദ്യാഭ്യാസം, ഉടനെ അടുത്ത ഒരു കോഴി വളർത്തലാകുന്നു. കൂടുതൽ തവിടും പിണ്ണാക്കും തിന്നുന്ന വിദ്യാർത്ഥിനികൾ പെരിയ മുട്ടകളിടുന്നു.
ഇങ്ങനെ രണ്ട് ഭാഗം ഒരേ സമയത്ത് കേൾക്കുമ്പോൾ ഉള്ള പ്രശ്നം മാതിരി തമ്പുരാട്ടിയോട് പറയാൻ നിവൃത്തിയില്ല. ആനക്കൊമ്പാകണം മേല പിന്നെ ആനമൂകം വേണം കാലുകളിൽ. തപ്ചന്മാരും ആളുകളും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങൾ നടന്ന് ഓരോരോ കഥകളും പറഞ്ഞ് അവരങ്ങനെ പോയി. അതാ കാടിൻ്റെ നടുവിൽ ചെല്ലുമ്പോൾ അതാ ഒരു മരം. കുളിരിളും കാറ്റിൽ കുളിരലവിൽ തലകിട്ടുലമ്പും പല വയലും കുന്നിക്കുഴി പോലെ മേട്ടുറമ്പുന്ന കാടുകളും പുള്ളിപ്പൂലിയുടെ പള്ള പോലെ പൂത്ത കാടുന്തിയ താഴ്വരയും പിന്നിട്ടു പിന്നിട്ടു പിന്നു നോക്കി പിന്നാട് നിന്നോരു നിന്നില്ലാരും. തലയും ചൊറിഞ്ഞ് തിരിച്ചു വന്നാൽ തലയിരിക്കില്ല കഴുത്തില്ലെങ്കിൽ. പഴയൊരു കാലത്ത് നാടുവാട്ടി തമ്പ്രാക്കൻ, ആ തമ്പുരാനിങ്ങനെ നാടുവാഴാ നേരത്ത് എന്താണ് ഒരു കാളി അമ്മാവൻ്റെ ആരുകനും മരുമകനും കാളിയുമായി അടി. കാളിയായാടുന്ന വല്യമ്മാമൻ വാളാലരിഞ്ഞു മരുമകനെ എതിർവാക്കുരയ്ക്കുവാനേതു നാവും മുതിരും മുടിയേറ്റു കേമമായി. ആ കാലഘട്ടങ്ങളാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഉടനെ ചന്ദനമരം കൊണ്ടുവരിക എന്നുള്ള ലെവലിൽ ആളുകൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കാൽ പോകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യിലിരിക്കുന്നതായുള്ള ചാപ്പാട് കഴിക്കാൻ വേണ്ടി പൊതിയിലച്ചോറ് ഉണ്ണുവാനായി എല്ലാവരും പൊതിയിലച്ചോറ് ഉണ്ണുവാൻ വേണ്ടി വയലിൽ പോയി കൈ കഴുകി സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് തലവനാശ്ശേരി നോക്കുമ്പോൾ അതാ ഒരു മരം നിൽക്കുന്നു. ആ മരം ചന്ദനമരം. ചെറുചില്ല കൊത്തി മണത്തു നോക്കി ഇതു ചന്ദനത്തിൻ്റെ തന്നെയെന്ന് തലകുലുക്കിക്കൊണ്ടയാൾ പറഞ്ഞു. പൊതിയിലച്ചോറ് വച്ചുണ്ണുവാനായി എല്ലാവരും പൊതിയിലച്ചോറ് ഉണ്ണുവാൻ വയലിൽ കൈ കഴുകി അങ്ങനെ ഇരിക്കുമ്പോൾ തലവനാശ്ശേരി അതാ കൈ അങ്ങനെ നോക്കുന്നു. ആഹാ, ചെറു ഇലകൾ കൊത്തി മണത്തു നോക്കി, ചെറു ചില്ല കൊത്തി മണത്തു നോക്കി ഇതു ചന്ദനത്തിൻ്റെ തന്നെ എന്ന് തല കുലുക്കിക്കൊണ്ടയാൾ പറഞ്ഞു. എല്ലാവരും അത് വേഗത്തിൽ ആ മരത്തിൻ്റെ ഇടയിലേക്ക് പോവുകയാണ്. ആ കൊണ്ടുപോകുന്ന കോടാലുകൾ പാമ്പ് പോൽ കോടാലി ചിന്നിപ്പോയി. പാമ്പുകൾ കൊത്തുന്ന മാതിരി കോടാലി കൊണ്ട് അങ്ങനെ മരം മുറിക്കാനുള്ള തീരുമാനങ്ങളായി. മരം മുറിക്കാൻ പുറപ്പെടുമ്പോൾ ആ മരത്തിൻ്റെ മേലെ ഇരുന്ന് അതാ ഒരു സൗണ്ട് കേൾക്കുന്നു. വെട്ടല്ലേ കൊത്തല്ലേ തമ്പുരാമേ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ, വെള്ളിത്തകിടിട്ടുലയ്ക്കും പോലെ നല്ലൊരു നല്ല നാദം. വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെള്ളിത്തകിടിട്ടുലയ്ക്കും ഒരു പൊള്ളിവോ നല്ല സാദം. ഒരു വെള്ളിത്തകിടിൻ്റെ സൗണ്ട് മാറി അതാ മരത്തിൻ്റെ മേലെ ഇരുന്ന് എന്നെ മരം വെട്ടരുത്, ആരാണ് ഈ മരത്തിൽ? എല്ലാവരും മലയക്ഷി എങ്ങാൻ വാഴ്ന്നിരിക്കും. ഇത് മലയക്ഷിയുള്ള കാടാണ്, ഈ കാട്ടിൽ മലയക്ഷി എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഭയമായി. അങ്ങനെ ഭയമ്പോൾ ഒരു നായർ തനിയെ കരേറി കൊതകൾ കൊത്തി തൻ്റെ ഇടക്കാരൻ ചെറുപ്പക്കാരൻ. അത് ധൈര്യമാണ്, താൻ നായരാണ് എന്നതിന് പലരും പിരിമുറുക്കി. മരത്തിൻ്റെ മേലെ അങ്ങനെ കയറാൻ തുടങ്ങി. മരത്തിൻ്റെ മേലെ കയറി മേലെ നോക്കുമ്പോൾ അങ്ങ് എന്താണ് പട്ടുകൊണ്ട്, വീരാളിപ്പട്ടുകൊണ്ട് ഒരു കുട്ടിയെ പൊതിഞ്ഞു വച്ചിരിക്കുകയാണ്. ആ കുട്ടിയാണ് ഈ സൗണ്ട് കേൾക്കാൻ പറയുന്നത് കാരണം. ആ കുട്ടിയെ എടുത്തുകൊണ്ട് അയാൾ മരത്തിൽ നിന്ന് കീഴിറങ്ങാൻ തുടങ്ങി. കീഴിറങ്ങി ഓരോരുത്തരും ആ കുട്ടിയെ ഇങ്ങനെ താലാടാൻ തുടങ്ങി. കുട്ടിയെ താലാട്ടി വളരെ വേഗത്തിൽ തന്നെ ആ മരം മുറിച്ച് അവിടെ നിന്ന് മാറ്റി. എല്ലാവരും ചേർന്ന് ആ മരങ്ങളെടുത്ത് നേരെ രാജാവിനെ നോക്കി വരാൻ പുറപ്പെട്ടു. അന്ത മരത്തെ കൊണ്ടുവന്ന് ചന്ദനമരം ചെയ്യാമെന്നുള്ള കാര്യം അന്ത ഒരു പറവെ വാനമ്പാടി പക്ഷി, അന്ത ആനറാഞ്ചി പക്ഷി, ഒരു പക്ഷിയാണ് ആ കുട്ടിയെ കൊണ്ടതിൻ്റെ മേലെ കൊണ്ടുവച്ചിരിക്കുന്നത്. ആ പക്ഷി വന്ന് നോക്കുമ്പോൾ കുഞ്ഞില്ല, മരമില്ല, മരവുമില്ല, മരവിപ്പൂ കയറി അതിനിടയിൽ. കുഞ്ഞിനെ കാണാതെ ആനറാഞ്ചി പക്ഷിക്ക് വളരെ കഷ്ടമായി. അമ്മ കൊച്ചിനെ കാണാതെ എന്ത് കഷ്ടനഷ്ടങ്ങൾ വരുമോ അതേമാതിരി ആളുകൾ വളരെ കഷ്ടനഷ്ടങ്ങൾ വന്ന ഉടനെ അവിടെ എല്ലാം നോക്കി. തലനോവ് നോക്കും മമ്മി കണ്ടറിയുവാൻ. അമ്മയ്ക്ക് കഷ്ടം വരുമെന്നറിഞ്ഞ് ആ പട്ടിയ മേലിരിക്കുന്ന പട്ടിൻ്റെ ഓരോരോ പീസുകളും വഴിയിൽ അങ്ങനെ ഇട്ടിട്ട് പോയിരുന്നു. ആ പൊതിഞ്ഞിരിക്കുന്ന പട്ട് കൊണ്ട് തലനോവും അമ്മയ്ക്കു കണ്ടറിയുവാൻ വഴി നീളമിട്ടിരുന്നു. കട്ടിയാവിനെ കണ്ടുകൊണ്ട് ആ പട്ടി അങ്ങനെ നടന്നു പോകുമ്പോൾ
അരമന തൻ്റെ അടഞ്ഞ വാതിൽ അരികിൽ അണഞ്ഞത് ചത്തു വീണു. അരമനയുടെ അകത്ത് ചെന്ന് കഴിയുമ്പോൾ അകത്തേക്ക് പോകാൻ നിർത്തിയില്ലാത്ത കാരണം പക്ഷി അങ്ങനെ മരിച്ചു. ആ പക്ഷിയെ നനച്ച് അമ്മയെ ആലോചിച്ച് ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തോ. എന്തമ്മ ചിറകുള്ളൊരമ്മയെ കൊണ്ട് ആ കുട്ടിക്ക് വളരെ സങ്കടമായി. കാലങ്ങൾ വളരെ കഴിഞ്ഞുപോയി. ഇളമുറ തമ്പുരാൻ വലുതായി. കട്ടിലിൻ്റെ എല്ലാ ഭാഗങ്ങളും നിറഞ്ഞു. ചന്ദന കട്ടിലിൽ ചെന്നിരിക്കാൻ ചാടുവാകും പ്രിയൻ വലിക്ക്. ആ കുട്ടിയെ ചന്ദനമരത്തിൽ 16 പാലുകൾ ചിന്തി പല വർണ്ണങ്ങൾ നെയ്തി തുടങ്ങി. എങ്ങുനിന്നെങ്ങനെ കിട്ടി ഈ പെണ്ണിനെ മാതിരി ചന്തം. അഴകായ ആ കുട്ടിക്ക് യുവരാജാവ് കല്യാണം കഴിക്കുന്ന സമയത്ത് ആ കട്ടിൽ ചെന്നിരിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ അമ്മ എന്താണ്? ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തോ, ചിറകു വിടർത്തുന്ന ഭാഗ്യമോർത്തോ.